തിരൂരങ്ങാടി UDF സ്ഥാനാർത്ഥി PMA സമീറിന്റെ പ്രചാരണത്തിൽ പങ്കെടുത്ത് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. PMA സമീറിനൊപ്പമുള്ള ചിത്രങ്ങളും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. നേരത്തെ PMA സമീറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അബ്ദുറഹ്മാൻ രണ്ടത്താണി രംഗത്തെത്തിയിരുന്ന കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുക. നിഖിൽ പ്രമേഷ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ നിഖിൽ. ഗുഡ് മോർണിംഗ്. അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഒരു പരിഭവത്തിന്റെ മഞ്ഞുരുകി എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ തിരൂരങ്ങാടി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തെന്നല കുളങ്ങരയിലെ പ്രചരണ യോഗത്തിൽ, ഒരു കുടുംബ യോഗത്തിൽ PMA സമീറിന് വേണ്ടി സംസാരിക്കാൻ രണ്ടത്താണി എത്തിയ സംഭവത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അതിന്റെ ചിത്രങ്ങളും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. നേരത്തെ PMA സമീറിന്റെ തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അദ്ദേഹം ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഒരു വേള പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോയേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ വരെ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി LDF ചർച്ച നടത്തിയിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ എത്തിയിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം ഒരു അനുരഞ്ജനത്തിന്റെ പാതയിലേക്ക് മാറുകയായിരുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒടുവിൽ അദ്ദേഹം പറയുന്നുണ്ട്, കേരളം നിലവിൽ നേരിടുന്ന പ്രതിസന്ധി മറികടക്കാൻ UDF അധികാരത്തിൽ വന്നാൽ മാത്രമേ സാധിക്കൂ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ ഈ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമായി സംസാരിച്ച ശേഷമാണ് അദ്ദേഹം പാർട്ടി വിടുന്നില്ല, മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കും, മുസ്ലിം ലീഗിന്റെ അടിയുറച്ച പ്രവർത്തകനായി താൻ നിലനിൽക്കും എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ പരിഭവം പൂർണ്ണമായി നീങ്ങി എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് PMA സമീറിന്റെ പ്രചാരണത്തിൽ അദ്ദേഹം എത്തിയതിലൂടെ നമ്മൾ കാണേണ്ടത്. എന്തായാലും കൊണ്ടുപിടിച്ച പ്രചരണം എല്ലായിടത്തും നടക്കുമ്പോൾ മുസ്ലിം ലീഗിൽ ഒരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ കാര്യം സംബന്ധിച്ചാണ്. എന്തായാലും അദ്ദേഹത്തിനും യാതൊരു തരത്തിലുള്ള പരിഭവവും നിലവിലത്തെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ ചിത്രങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.